കോടതിയിലേക്ക് പോകണം എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏതായാലും അത് കേട്ട് ഞെട്ടിപ്പോയി എന്ന് സമരസമിതി പറയുകയുണ്ടായി. കാരണം ഇത്രയും നാളും അവരുടെ ജീവിതം നിയമക്കുരുക്കിലായിരുന്നു. ഇനിയും ഒരു നിയമ പോരാട്ടത്തിലേക്കൊക്കെ പോവേണ്ടി വരുമോ എന്ന് കേട്ട് ആ സാധാരണക്കാരായ മനുഷ്യർ ഞെട്ടിയിരിക്കുകയാണ്. ഏതായാലും അല്ല, ആ ഞെട്ടലിനെ കുറിച്ച് ഞാൻ പറയാം. ഈ വിഷയം ആർച്ച് ബിഷപ്പിനെ കണ്ട് കൃത്യമായി വിശദീകരിച്ച സമയത്ത് ആർച്ച് ബിഷപ്പ് പ്രതികരിച്ചല്ലോ. അതിലും അദ്ദേഹം ഒരു ഞെട്ടലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും അഡീഷണലായി ഞെട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാരണങ്ങളുണ്ട്. LDFന്റെയും UDFന്റെയും ഞെട്ടൽ അദ്ദേഹത്തിൽ കൂടി പുറത്തു വന്നു എന്ന് കരുതിയാൽ മതി. ആ ഒരു ഞെട്ടലിന്റെ ആവശ്യമില്ല. ഇവിടെ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് വെച്ചു കഴിഞ്ഞു. സമരസമിതി കൺവീനറുടെ ഞെട്ടൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ഞെട്ടൽ എന്നാണോ? സമരസമിതി കൺവീനറുടെ ഞെട്ടൽ, മുനമ്പം സമരസമിതി കൺവീനറുടെ ഞെട്ടൽ ഒരു രാഷ്ട്രീയ ഞെട്ടൽ എന്നാണോ താങ്കൾ പറയുന്നത്? കേന്ദ്രമന്ത്രി നേരിട്ട് സ്ഥലത്ത് വന്ന് കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം, സഭാ നേതാക്കൾ അടക്കമുള്ള ആൾക്കാർ അത് അംഗീകരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞെട്ടുക എന്ന് പറഞ്ഞാൽ അത് ഞെട്ടാൻ വേണ്ടി മാത്രം ഞെട്ടുന്നതാണ്. യാതൊരു ആശങ്കയ്ക്കും അവകാശമില്ല.